2026-ലും അതിനുശേഷവും ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണോ നിങ്ങൾക്ക് വേണ്ടത്? എന്നാൽ ടെക് ലോകത്ത് വരാനിരിക്കുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് ഈ 5 മേഖലകളിൽ ഏതെങ്കിലും ഒന്ന് കണ്ണടച്ച് തെരഞ്ഞെടുത്തോളൂ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഡേറ്റ സയൻസ്. ഇന്നത്തെ കാലത്ത് ഡേറ്റയാണ് പുതിയ സ്വർണം. ലക്ഷക്കണക്കിന് വിവരങ്ങൾ വിശകലനം ചെയ്ത് ഭാവി പ്രവചിക്കാൻ കഴിയുന്ന ഡേറ്റ സയന്റിസ്റ്റുകൾക്ക് വൻ ഡിമാൻഡ് ആണുള്ളത്. എയുടെ വളർച്ചയോടെ ഈ മേഖലയിലെ ശമ്പളവും കുതിച്ചു വരികയാണ്. 8 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ സാലറിയായി ലഭിക്കുന്നത്. എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലും ഉയർന്ന ശമ്പളം ലഭിക്കും. രണ്ടാമത്തേത് സൈബർ സെക്യൂരിറ്റി. ലോകം ഡിജിറ്റൽ ആകുമ്പോൾ ഹാക്കിങ്ങും ഡാറ്റ മോഷണവും കൂടി വരികയാണ്. വൻകിട കമ്പനികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മിടുക്കരായ സൈബർ വിദഗ്ധരെ അവർ തിരയുകയാണ്. ഒരു ചെറിയ പിഴവ് പോലും കോടികളുടെ നഷ്ടം ഉണ്ടാക്കാം എന്നതുകൊണ്ട് തന്നെ ഈ പ്രൊഫഷണലുകൾക്ക് എത്ര പണം നൽകാനും കമ്പനികൾ തയ്യാറാണ്. തുടക്കക്കാർക്ക് പോലും 6 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ ശമ്പളം നൽകാൻ ഈ കമ്പനികൾ തയ്യാറാണ്. എൻട്രിയിലെ AI ഇന്റഗ്രേറ്റഡ് ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി, പൈത്തൺ, ഫുൾ സ്റ്റാക്ക് കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുവാനായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. മൂന്നാമത്തേത് ഡേറ്റ അനലിറ്റിക്സ്. ഒരു ബിസിനസ് എങ്ങനെ ലാഭത്തിലാക്കാം എന്ന് തീരുമാനിക്കുന്നത് ഡേറ്റ അനലിസ്റ്റുകളാണ്. നിലവിലുള്ള വിവരങ്ങൾ വെച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കമ്പനിയെ സഹായിക്കുന്ന ഈ ജോലിക്ക് ഇന്ത്യയിലും വിദേശത്തും വലിയ അവസരങ്ങളാണുള്ളത്. ഇതിൽ വർഷം 5 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ ശമ്പളം പ്രതീക്ഷിക്കാം. 4-5 സ്ഥാനങ്ങളിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI/ML എഞ്ചിനീയറിംഗ് എന്നിവയാണ്. ഇന്ന് മിക്ക കമ്പനികളും അവരുടെ ഡേറ്റ ക്ലൗഡിലേക്ക് മാറ്റി കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ സോഫ്റ്റ്വെയറുകളിലും AI കടന്നു വരുന്നു. ഈ സ്കില്ലുകൾ കൈവശമുള്ളവർക്ക് ഭാവിയിൽ തൊഴിലില്ലായ്മയെ കുറിച്ച് പേടിക്കേണ്ടി വരില്ല. ശരാശരി 8 ലക്ഷം രൂപ മുതൽ 22 ലക്ഷം രൂപ വരെയാണ് ഈ മേഖലയിലെ വാർഷിക ശമ്പളം. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖല ഏതാണ്? കമന്റ് ചെയ്യും.